അപ്പോഴേ എല്ലാവരും പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പോൾ നമ്മളെ നാട്ടിൽ ഡ്രസ്സിനൊക്കെ നല്ല വില കുറവുള്ള ഒരു കട ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ പെരുന്നാളാകുമ്പോൾ നമ്മൾ പിന്നെ വില കുറവ് നോക്കും, നല്ല പിന്നെ അടിപൊളി ഡ്രസ്സ് ഉണ്ടോ നോക്കും, സെലക്ഷൻ ഉണ്ടോ നോക്കും, കളക്ഷൻ ഉണ്ടോ നോക്കും. തുണി കുപ്പായം എടുക്കുമ്പോൾ എല്ലാവരും നമ്മളത് നോക്കിങ്ങാണ്ടല്ലേ ഡ്രസ്സ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വിലക്കുറവ് എവിടെയാണ് നോക്കും, അവിടെ സെലക്ഷൻ ഉണ്ടോ കളക്ഷൻ ഉണ്ടോ അതൊക്കെ നോക്കും. എന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കല്ലേ, അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. അപ്പോൾ നല്ല ലാഭവും അതുപോലെ തന്നെ പിന്നെ ക്വാളിറ്റിയും സെലക്ഷനും കളക്ഷനൊക്കെ ഉള്ളൊരു കട ഉണ്ട് പൂക്കോടുംപാട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പൊട്ടിക്കല്ലിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ള അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് ഞാനും കുഞ്ഞാണിയാക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. കുഞ്ഞാണിയാക്കാനും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ എമ്മിക്കുട്ടന് ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ. വിചാരിച്ചിട്ടാണ് പോണത്. പെരുന്നാളല്ലേ, വലിയൊരുന്നാളാണ്. വലിയൊരുന്നാൾ പറയുമ്പോൾ 7 പെരുന്നാളുണ്ടല്ലേ. പണ്ടുള്ളവർ അറിയും 7 പെരുന്നാളുണ്ട് അറിയും. ഇപ്പോൾ നമുക്ക് എന്നും പെരുന്നാളാണല്ലേ. അന്നൊക്കെ പണ്ടൊക്കെ പെരുന്നാൾ അറിയുമ്പോൾ എന്തെങ്കിലും പെരുന്നാളിൻ്റെ അന്നേ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ കിട്ടിയത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവർക്കും എന്നും പെരുന്നാളാണ്. എന്ത് നെയ്ച്ചോറ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും വീട്ടിലുണ്ടാക്കുക, പുറത്ത് പോയി കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പെരുന്നാളെന്ന് കേൾക്കണത് ഇപ്പോൾ പെരുന്നാളിനോടുള്ള നമ്മളെ ആ ഒരു മതപരമായിട്ടുള്ള പെരുന്നാളിനോടുള്ള ഹജ്ജ് രാവ്, ഹജ്ജിൻ്റെ കാര്യങ്ങൾ, അറക്കൽ, അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടും അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ പെരുന്നാളിനോടൊരു ഇഷ്ടം തോന്നുന്നത്. അല്ലാതെ ബിരിയാണി തിന്നാലോ നെയ്ച്ചോറ് തിന്നാലോ നേരത്തെ ഇപ്പോൾ പെരുന്നാളിന് ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നും കിട്ടുകയല്ലേ. അപ്പോൾ നമ്മളെ തോട് കണ്ടോ, തോട്ടിൽ വെള്ളമൊക്കെ പറ്റ കുറവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാവുകൾ ഉണ്ടായിട്ടേ മൂച്ചിമന്ന് മാങ്ങ ഇങ്ങനെ ചാടിയിട്ട് അങ്ങനെ നിറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം വെള്ളം വന്നാലുള്ളൂ തോട് വൃത്തിയാകുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. അപ്പം ഞാൻ അതിൽ റംബുട്ടാനൊക്കെ പറിച്ചിട്ട് കുഞ്ഞാണിയൊക്കെ ഞാനുണ്ട്, ബൈക്കിനാണ് പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരി. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് പൂക്കോടുംപാടത്ത് നിലമ്പൂരുള്ള ആൾക്കാർക്കൊക്കെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക പൂക്കോടുംപാടത്ത് നിന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എന്തൊക്കെ ഡ്രസ്സുണ്ട്, ആർക്കൊക്കെ ഡ്രസ്സുണ്ട്, കളക്ഷനും സെലക്ഷനും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ നിങ്ങളിതൊരു പ്രമോഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. കാരണം പിന്നെ നല്ല സെലക്ഷനും കളക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. ആദായം വേണമല്ലോ. അല്ലപ്പോൾ നമ്മളൊക്കെ ഈ തുണിയും കുപ്പായം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു കോട്ടൻ്റെ ചുരിദാറാണ് കേട്ടോ. 500 റുപ്യുള്ളൂ. പിന്നെ 500 റുപ്യുള്ളൂ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറാണ്. ഇതൊരു 5-6 അലക്കലക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡ്രസ്സാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ വേണ്ടത്. പെട്ടെന്ന് കേടുവരും. നമ്മൾ 2000 2500 റുപ്യൊക്കെ കൊടുത്ത് ഡ്രസ്സ് വാങ്ങും, അതും കേടുവരും. 400 റുപ്യ 300 റുപ്യ ഇട്ട് ഡ്രസ്സ് വാങ്ങും, അതും കേടുവരും. അപ്പോൾ എനിക്ക് തോന്നുക വിലക്കുറവ് നോക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങുമായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കടയിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ ഇതെൻ്റെ പുതിയ ബാഗ് കണ്ടോ. ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമ്പോൾ ഞാൻ അത് കാണിച്ചു തന്നിട്ടില്ല. പുതിയൊരു ബാഗൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് പോയി നോക്കുക കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കുക. നമ്മളെ കുട്ടികൾക്ക് പറ്റുന്ന ഡ്രസ്സൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അതാ കുഞ്ഞാണിയൊക്കെ ബൈക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോവുകയാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്നു കേട്ടോ. ഹെൽമെറ്റ് വെക്കാതെ പോകാൻ പാടില്ല. കമൻറ്റിൽ ഇങ്ങനെ പറയും ഹെൽമെറ്റ് വെക്കാതെ പോകാൻ പാടില്ല എന്ന്. കുട്ടികളൊക്കെ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ പൂക്കോട്ടുംപാടത്തേക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മളെ റോട്ടും വന്ന് നമ്മളെ പോക്കറ്റ് റോട്ടും വന്ന് മെയിൻ റോട്ടുമ്മക്ക് കയറിട്ടോ. അപ്പോൾ മെയിൻ റോട്ടുമ്മക്ക് കയറി ഇനി ഇതാ നല്ല റോഡാണ് കേട്ടോ. പൂക്കോട്ടുംപാടം വരെ ഇതാ ഈ അടിപൊളി റോഡാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോവാണ്. നല്ല കടയെന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. ഒന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായി ഞാൻ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഈ പെരുന്നാളിന് അവിടുന്ന് തന്നെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വരും പോയി. നമ്മൾ പൂക്കോട്ടുംപാടത്ത് കിഡ്സോൺ ഫാഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് കാണിച്ചില്ല. നമ്മൾ പൂക്കോട്ടുംപാടത്ത് കിഡ്സിൻ്റെ ഏറ്റവും വലിയ ഷോറൂമാണ്. ഒരുപാട് സെലക്ഷനും കളക്ഷനും അതുപോലെ തന്നെ നല്ല ആദായവരെയുള്ളൊരു കടയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു പിന്നെ കുഞ്ഞു മുതലേ, അതായത് ബേബി ആവുമ്പോഴേ ഉള്ള ഡ്രസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. വിലക്കുറവുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഇവിടെ കിട്ടാൻ പോണത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ വന്ന് ഡ്രസ്സ് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പൂക്കോട്ടുംപാടത്താണ് ഈ കട ഉള്ളത്. പൂക്കോട്ടുംപാടത്ത് ഫെഡറൽ ബാങ്കിൻ്റെ
കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കൾക്ക് കിട്ടാതെ നമ്മൾ പോകില്ല. അത്രയും സെലക്ഷനാണ്, കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, കുഞ്ഞു മക്കൾക്ക് മുതലേ ഉള്ള എല്ലാ ഡ്രസ്സുകളും, കോട്ടൺസ്. ഇവിടെ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ്, ഈ സൈഡിൽ ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ്. പല ക്വാളിറ്റിയിലുള്ളതും ഉണ്ട്. എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ട് വേണ്ടി. റജീന, ഇതെന്താ ഡ്രസ്സ്? സെറ്റ് ആയിട്ടുള്ളതാണല്ലേ ഇത്. ഈ കണ്ടോ കോഡ് സെറ്റിലെ, കോഡ് സെറ്റില് കണ്ടോ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് പെൺകുട്ടികൾക്കുള്ളതാണ് കോഡ് സെറ്റിൽ വരുന്നത്. ഒരുപാട് സെലക്ഷനിലുണ്ട് കണ്ടോ. കോഡ് സെറ്റിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതൊന്നുമില്ല കേട്ടോ, എല്ലാം നമുക്ക് ഇഷ്ടാവും. അതുപോലെ കുട്ടികൾക്കുള്ള ഒരു വമ്പൻ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് ഡ്രസ്സിന്റെ. ജീൻസ്, ഇത് ജീൻസ് ഐറ്റംസ് അല്ലേ? എന്തായിരുന്നു സെറ്റ് ആയിട്ടുള്ളത്? ഇതൊക്കെ കോഡ് സെറ്റിൽ വരുന്നതാണ്. സെപ്പറേറ്റ് ഉള്ളതാണ് കേട്ടോ, സെപ്പറേറ്റ് ഉള്ള നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിക്ക് നമുക്ക് 3/4 ഉണ്ട്, കൊറിയൻ ബാഗി ഉണ്ട്, പിന്നെ എന്താണ് സാധാ ബാഗി ട്രൗസറോ 3/4 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിക്ക് സെലക്ട് ചെയ്യാം. അടിപൊളി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. ഇത് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ്. കണ്ടോ എന്തോരം ഡ്രസ്സാന്നറിയാം. ഇവിടെ ഏത് കടയിലും പോയി നിങ്ങൾ അലഞ്ഞ് തിരഞ്ഞേണ്ട കാര്യമില്ല, നേരെ ഇങ്ങോട്ട് പോന്നോളിട്ടോ. പൂക്കോട്ടുംപാടത്ത് ഫെഡറൽ ബാങ്കിന്റെ മുമ്പിലാണ് കേട്ടോ ഈ കട, മറക്കണ്ട. കോട്ടന്റെ ഷർട്ടാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് പറഞ്ഞ പോലെ പാന്റും ട്രൗസറും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. അതുപോലെ തന്നെ 5 സ്ലീവിന്റെ ടീഷർട്ട് കേട്ടോ. ഇതോ ജീൻസ് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ട് കേട്ടോ. മക്കൾക്ക് കോട്ടന്റെ നല്ല വർക്കുള്ള ഷർട്ടുകളാണ് കേട്ടത് കുട്ടികൾക്ക് പറ്റണത്. അപ്പൊ മക്കളെ എല്ലാരും ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഈ പെരുന്നാളിന് സെലക്ഷൻ ഇല്ല, കളക്ഷൻ ഇല്ല, ഇഷ്ടപ്പെടൂല എന്നൊന്നും ആരും പറയില്ല. നമ്മളെ മക്കൾക്ക് 14 വയസ്സ് വരെയുള്ള മക്കൾക്ക് പറ്റണ അടിപൊളി ഡ്രസ്സുകളുടെ ഒരു വമ്പിച്ച ശേഖരം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് പറ്റുന്ന പാർട്ടി വെയർ ഡ്രസ് കേട്ടോ, ചെറിയ മക്കൾക്ക് പറ്റണേ, പെൺകുട്ടികൾക്ക് പറ്റണേ എല്ലാ സൈസിലും പല മോഡലിലും ഉള്ള ഡ്രസ് ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി വർക്കുള്ള നല്ല പാന്റുകൾ ഉണ്ട് കേട്ടോ പെൺകുട്ടികൾക്ക് പറ്റുന്നത്. അപ്പോൾ അവിടെ സ്റ്റാഫുകൾക്കൊക്കെ നമ്മളോട് നല്ല സഹകരണമാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞാൽ അവരെടുത്തു തരും. അതുമാത്രമല്ല നമുക്ക് കാണാൻ തന്നെ പറ്റും, എല്ലാ ഡ്രസ്സും അവിടെ ഓരോന്ന് നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, പല വലിപ്പത്തിലുള്ളത് കേട്ടോ. പിന്നെ ഏജിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുവാവ ആയിരിക്കുമ്പോൾ ഉള്ള ബേബി സെറ്റ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ്. പാർട്ടി വെയറും ഉണ്ട്, ഡെയിലി ആയിട്ട് ഉപയോഗിക്കേണ്ടതും ഉണ്ട്. നല്ല പെൺകുട്ടികൾക്കൊക്കെ നല്ല ഉടുപ്പുകളും അതുപോലെ എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്ക് ആണെങ്കിൽ തന്നെ അവിടെ കോഡ് സെറ്റ് ഉണ്ട്, പെൺകുട്ടികൾക്കുണ്ട് കോഡ് സെറ്റ്. പാർട്ടി വെയറിലും അല്ലാതെയും ബനിയൻ ക്ലോത്തിലും ജീൻസിലും ഒക്കെ ഉണ്ട് കോഡ് സെറ്റും ഉണ്ട്. അല്ലാതെ നമ്മുടെ ടോപ്പ് ഷർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ കണ്ടോ നിക്കറുകൾ, പിന്നെ 3/4 ഉണ്ട്, ബാഗി പാൻറ് ഉണ്ട്, കൊറിയൻ ബാഗ് ഉണ്ട്, ട്രൗസർ ഉണ്ട്, പിന്നെ കുഞ്ഞുമക്കൾക്ക് ബേബി സെറ്റ്, അതുപോലെ എല്ലാ സംഭവങ്ങളുണ്ട്. 2 ജോഡി ഡ്രസ്സാണ് ബേബി സെറ്റിലുള്ളത് കേട്ടോ. കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന പല മോഡലിൽ കളറിലുണ്ട് കേട്ടോ ഇവിടെ. നിക്കറൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ മക്കൾക്കൊക്കെ സെപ്പറേറ്റ് നിക്കർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഷർട്ട് വാങ്ങാനും നിക്കർ വാങ്ങാനും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ പാർട്ടി വെയറിലുള്ള 13-14 വയസ്സായ മക്കൾക്കുള്ള അടിപൊളി മിഡി ടോപ്പ്, ചോളി പോലെ ഉള്ളത്, ചുരിദാർ ഒക്കെ പാർട്ടി വെയർ ആയിട്ടുള്ളതുണ്ട്. പിന്നെ പെൺകുട്ടികൾക്കുള്ള ബണ്ണ്, ആൺകുട്ടികൾക്കുള്ള ക്യാപ്പ്, അതുപോലെ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഉണ്ട്. സോക്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു കടയിൽ. അടിപൊളി ക്ലോത്ത് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല ആദായം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കടയിൽ നല്ല ആദായമുണ്ട്.
വലിയൊരു ഷോറൂമാണ്, ഒരുപാടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നാൽ ഇതിൻ്റെ വലിപ്പം കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ വിരിച്ച് ഇവർ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് പൂക്കോടുംപാടത്ത് ഫെഡറൽ ബാങ്കിൻ്റെ മുമ്പിലാണ് കേട്ടോ ഈ കട ഉള്ളത്. അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നോളൂ കേട്ടോ ഈ കടയ്ക്ക്. മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കടകൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല, ഈ കടയ്ക്ക് വന്നാൽ മതി കേട്ടോ. പൂക്കോടുംപാടത്ത് വരുന്നവരെല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. അടിപൊളി കളക്ഷനാണ്, സെലക്ഷനാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ബലി പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വന്നാൽ എന്തായാലും വെറും കൈയോടെ മടങ്ങൂല, നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ ഷോറൂമാണ് കിഡ്സ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോറൂം വലിയൊരു ഷോറൂമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. വെറൈറ്റീസ് നല്ല ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. 3/4 ബാഗി, കൊറിയൻ ബാഗി, ട്രൗസർ, അതുപോലെ സെപ്പറേറ്റ് ബനിയൻ ക്ലോത്ത്, ഫുൾ സ്ലീവ് ഷർട്ട്, ഫുൾ സ്ലീവ് ബനിയൻ ക്ലോത്ത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ.